ഇന്ന് ലോകത്തിലെ ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ 40% ഭാരതത്തിലാണ്. അമേരിക്കയിൽ പോയാൽ പോലും അല്ലെങ്കിൽ ദുബായി പോയാൽ പോലും ഇത്രയധികം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. നരേന്ദ്രമോദി സർക്കാർ 9 വർഷം മുമ്പ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 4% ഉണ്ടായിരുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ന് 77% ഭാരതത്തിന്റെ GDP-യുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറത്തിരിക്കുന്ന പൂവിക്കുന്ന ചേച്ചിയുടെ കയ്യിൽ പോലും ഇന്ന് UK ഉണ്ട്. അവർ പോലും GDP-യിലേക്ക് ഇന്ന് അക്കൗണ്ടഡ് ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തുകയാണ്. ഈ മാറ്റമാണ് 9 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് 24 ലക്ഷം വീടുകൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ അന്ന് ഇന്ദിരാ ആവാസ് യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് പ്രകാരം പണിച്ചതെങ്കിൽ 9 വർഷം കൊണ്ട് 3 കോടി വീടുകളാണ് നരേന്ദ്രമോദി സർക്കാർക്ക് പണി കഴിപ്പിക്കാൻ സാധിച്ചത്. നമുക്കെല്ലാം ഓർമ്മയുണ്ട് ജനൌഷധി. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മരുന്ന് വാങ്ങിക്കാനാണ്. ആ മരുന്ന് വാങ്ങിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ജനൌഷധി. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയാണ് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. 2008 തുടങ്ങിയ പദ്ധതിയാണ്. പക്ഷെ 2008 മുതൽ 14 വരെ 200 കേന്ദ്രങ്ങൾ മാത്രമാണ് കോൺഗ്രസ് സർക്കാരിന് തുടങ്ങാൻ സാധിച്ചതെങ്കിൽ 2014 മുതൽ ഇപ്പം വരെ 10,000 കേന്ദ്രങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ തുടങ്ങിയത്. സ്റ്റാർട്ടപ്പ് മേഖലയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 100 സ്റ്റാർട്ടപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 1 ലക്ഷം സ്റ്റാർട്ടപ്പ് വരെ ഉണ്ട്. ഞങ്ങളുടെ മാവേലിക്കരയിലുള്ള ചക്യുപ്പേരി വിൽക്കുന്ന ഒരു പയ്യന്റെ സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെ അവൻ ഈ അടുത്തിടയ്ക്ക് 36 കോടി രൂപ റേസ് ചെയ്തു. അതുകൊണ്ടായിരിക്കും ഇത് വ്യക്തമായിട്ട് ഓർമ്മയുള്ളത്.